ഗണേഷ് കുമാർ കേസ് വീണ്ടും രംഗത്ത് വരുന്ന വാർത്തയാണ്. ഇന്ന് പത്രലോകം നമുക്ക് തരുന്ന മറ്റൊരു വാർത്ത. മാതൃഭൂമി നാട്ടുവർത്തമാനം പേജ്. ഗണേഷ് കുമാർ കരാർ ലംഘനം നടത്തി എന്ന് യാമിനി തങ്കച്ചി. സംയുക്ത വിവാഹമോചന ഹർജി ഫയൽ ചെയ്യാനായി ഉണ്ടാക്കിയ കരാർ കെ.ബി. ഗണേഷ് കുമാർ ലംഘിച്ച് എന്ന് ഭാര്യ യാമിനി തങ്കച്ചി സത്യവാങ്മൂലത്തിൽ കുടുംബ കോടതിയെ അറിയിച്ചു. ഗണേഷും യാമിനിയും ചൊവ്വാഴ്ച കൗൺസിലിങ്ങിന് ഹാജരാകാൻ കോടതി ഉത്തരവിട്ടതോടെ ഇന്നാണ് ഹാജരാകേണ്ട ദിവസം. ഗണേഷ് കുമാറിൻ്റെ മന്ത്രിസഭാ പ്രവേശം അനിശ്ചിതമായി ഇനിയും നീളും എന്ന് ഉറപ്പ്. കൽക്കരി റിപ്പോർട്ടിനെ സംബന്ധിച്ച എല്ലാ വശങ്ങളും CBI അന്വേഷിക്കും എന്ന നിലയ്ക്കുള്ള ഒരു വാർത്ത മെട്രോ വാർത്തയുടെ അവസാന പുറം ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. കൽക്കരി റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ ഇരിക്കെയാണ് CBIയുടെ നിലപാട് ഇപ്രകാരമാണ് എന്ന് മെട്രോ വാർത്ത നമ്മോട് പറയുന്നത്. വിശദാംശങ്ങൾ കാണുക. കൽക്കരി അഴിമതി കേസിൽ ആദിത്യ ബിർള ഗ്രൂപ്പ് ചെയർമാൻ KM ബിർളയ്ക്ക് മുൻ വകുപ്പ് സെക്രട്ടറി PC പരേഖിനുമെതിരായ FIRലെ എല്ലാ വശങ്ങളും അന്വേഷിക്കുമെന്ന് CBI അന്വേഷണം നടക്കുകയാണ് എന്നും കണ്ടെത്തുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിലാകും ഭാവി പരിപാടികൾ എന്നും CBI വക്താവ് പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഉള്ളം നടുങ്ങാനിടയുണ്ട് എന്ന് ഈ വാർത്ത ഭംഗ്യന്തരേണ നമ്മോട് സൂചിപ്പിക്കുന്നു. കൂടംകുളത്തെ 3-4 റിയാക്ടറുകളെ സംബന്ധിച്ച ചർച്ചകൾ നിർത്തിവെക്കും, അതിനി മുന്നോട്ട് പോകില്ല സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ, പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്നാണ് ഇന്നലെ പത്രങ്ങൾ നമ്മോട് പറഞ്ഞിരുന്നത് എങ്കിൽ അത് ശരിയല്ല. അതേ സംബന്ധിച്ച് ഈ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും പുടിനും അതുപോലെ തന്നെ റഷ്യൻ നേതാവ് പുടിനും ഭരണാധികാരി പുടിനുമൊക്കെ ഇക്കാര്യത്തിൽ പുതിയ ധാരണയിലെത്തിയിരിക്കുന്ന വാർത്തയാണ് ഇന്ന് മനോരമയുടെ വർത്തമാനം പേജ് തരുന്നത്. എല്ലാ പത്രങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടംകുളം കരാർ നടപടികൾ ഊർജിതമാക്കാൻ ധാരണ. 3-4 ഘട്ടം റിയാക്ടറുകൾ കൂടി സ്ഥാപിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. 5 കരാറുകൾ ഒപ്പുവെച്ചു. മോസ്കോയിൽ നിന്ന് സണ്ണി ജോസഫ് അത് റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ: കൂടംകുളം ആണവ നിലയത്തിലെ 3-4 യൂണിറ്റുകളുടെ കരാർ നടപടി ഊർജിതമാക്കുമെന്ന് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പ്രഖ്യാപനം. കൂടംകുളം സംബന്ധിച്ച് റഷ്യയുമായുള്ള കരാറുകളോട് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രധാനമന്ത്രി പറയുകയും ഒപ്പം തന്നെ പുടിൻ അത് അംഗീകരിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ചൈനയിലേക്ക് തിരിച്ചു കഴിഞ്ഞു. അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് അതിർത്തി പ്രശ്നമായിരിക്കും എന്നും ഇന്ന് വാർത്തകളുണ്ട്. ഗാന്ധിജിയുടെ ചർക്ക ലേലത്തിന് 60 ലക്ഷം രൂപയാണ് ചർക്കയ്ക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം. അതേ സംബന്ധിച്ച വാർത്ത കേരള കൗമുദി ദേശീയം വിദേശം പേജിൽ തരുന്നത് കാണുക. സചിത്രമായ വാർത്ത ഇങ്ങനെ വായിക്കാം: ഗാന്ധിജിയുടെ ചർക്ക ലേലത്തിന്. ബ്രിട്ടീഷുകാരെ വെല്ലുവിളിക്കാൻ ഗാന്ധി സ്വയം നിർമ്മിച്ചെടുത്ത് തുണി നെയ്ത ചർക്ക ബ്രിട്ടനിൽ ലേലത്തിന് വയ്ക്കുന്നു. പൂനെ യർവാദ ജയിലിൽ വെച്ച് ഗാന്ധി ഉപയോഗിച്ചിരുന്ന ഈ ചർക്ക നവംബർ 5-ന് ബ്രിട്ടീഷ് ലേലപ്പുരയിലെത്തുമ്പോൾ ഏറ്റവും കുറഞ്ഞ തുക 60 ലക്ഷം രൂപയോളമായിരിക്കും. അതൊരു പ്രതീക്ഷിത തുകയാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത അമേരിക്കൻ ഫ്രീ മെത്തഡിസ്റ്റ് മിഷണറി റെവറൻ ഫ്രോയിഡ് എ പഫറിന് ഗാന്ധി സമ്മാനിച്ചതാണ് ഈ ചർക്ക. ഗാന്ധി ഉപയോഗിച്ചിരുന്ന ഇന്നോളമുള്ള ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് ഇത് എന്നാണ് ഉടമസ്ഥരുടെ അവകാശവാദം. അപ്രകാരം സമ്മാനിച്ച ചർക്കയാണ് ലേലത്തിന് വയ്ക്കുന്നത്. 60 ലക്ഷം രൂപയാണ് പ്രതീക്ഷിതമായ ലേലത്തുക എന്നും ഈ വാർത്ത നമ്മോട് പറയുന്നു. LDF ഉപരോധം ഡിസംബർ 9 മുതൽ ഇത്തവണ ഉപരോധിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസ് ആയിരിക്കും എന്ന വാർത്ത കേരള കൗമുദി ജനറൽ പേജിൽ നമുക്ക് തന്നിരിക്കുന്നു. എല്ലാ പത്രങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. LDFൻ്റെ യോഗം ഇന്നലെയായിരുന്നു. LDFൻ്റെ ക്ലിഫ് ഹൗസ് ഉപരോധം ഡിസംബർ 9 മുതൽ നവംബർ 1 മുതൽ 13 വരെ 2 ജാഥകൾ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കുക, സോളാർ കേസിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നവംബർ 1 മുതൽ 13 വരെ 2 ജാഥകൾ നടത്താൻ ഇടതുപക്ഷ ഏകോപന സമിതി തീരുമാനിച്ചു. അത് കഴിഞ്ഞ് ഡിസംബർ 9 മുതൽ മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൗസ് അനിശ്ചിതകാലത്തേക്ക് ഉപരോധിക്കും. അനിശ്ചിതകാലം എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ മലയാളിക്ക്, പ്രത്യേകിച്ച് ഇടതുപക്ഷ മലയാളികൾക്ക് ഉള്ളിൽ ഒരു ഭയം ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് പറയാതെ വയ്യ. ജില്ലാ കളക്ടറെ കൊള്ളയടിച്ച വാർത്തയാണ് ഇന്ന് പത്രലോകം തരുന്ന കൗതുകകരവും അതുപോലെ തന്നെ സംഭ്രമജനകവുമായ വാർത്ത. ജില്ലാ കളക്ടറെ കൊള്ളയടിച്ചത് മോഷണമല്ല, നേരിട്ട് കള്ളൻ വന്ന് പിച്ചാത്തിപ്പിടിയിൽ നിർത്തി എല്ലാം അപഹരിക്കുകയായിരുന്നു എന്നാണ് വാർത്ത. അതാകട്ടെ നടന്നത് സെക്രട്ടേറിയറ്റിന് നേരെ എതിർവശത്തുള്ള ഒരു വലിയ ഹോട്ടലിൻ്റെ മുറിക്കുള്ളിൽ വെച്ചാണ് നടന്നത്. കളക്ടറുടെ മാലയും പണവും കവർന്നു. നഷ്ടപ്പെട്ടത് 11 പവൻ്റെ മാലയും
5000 രൂപയും. വയനാട് ജില്ലാ കളക്ടർ KG രാജു ഹോട്ടൽ മുറി നിൽക്കുന്ന ചിത്രമടക്കമാണ് ആ വാർത്ത ഇന്ന് നമ്മെ തേടി വരുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ കാണുക. സെക്രട്ടേറിയറ്റിന് സമീപത്തെ സ്വകാര്യ ഹോട്ടലിൽ താമസിച്ചിരുന്ന വയനാട് കളക്ടർ KG രാജുവിൻ്റെ മുറിയിൽ നിന്ന് സ്വർണ്ണമാലയും പണവും മോഷ്ടാവ് കവർന്നു. തിരുവനന്തപുരത്ത് തിങ്കളാഴ്ച നടന്ന കളക്ടർമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ അദ്ദേഹം സെക്രട്ടേറിയറ്റിനടുത്തുള്ള നവരത്ന ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത്. ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് മുറിക്കുള്ളിൽ കടന്ന മോഷ്ടാവ് KG രാജുവിനെ ഭീഷണിപ്പെടുത്തിയ ശേഷം 11 പവൻ്റെ സ്വർണ്ണമാലയും 5000 രൂപയും കവർന്നത് എന്നാണ് വാർത്ത. കേരള കൗമുദി ഈ വാർത്ത ഒന്നാം പുറത്ത് തരുമ്പോൾ 11 പവൻ 1 പവൻ കൂട്ടി 12 പവൻ എന്നാണ് കേരള കൗമുദി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും കണക്കായി പോയി ഈ കാര്യം. ഇനി 11-12 പവൻ മാലയിട്ട് നമുക്ക് ഈ കളക്ടറെ കാണണ്ടല്ലോ. മാല പോയ കളക്ടറുടെ പടവുമുണ്ട് എല്ലാ വാർത്തകളിലും.